ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വിഷയം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഡയബറ്റിക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഒത്തിരി സഫർ ചെയ്യുന്നതായിട്ട് പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഡയബറ്റിക്കിൻ്റെ കാര്യം ഒന്ന് പറയുകയാണ്. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറയും. അതായത് ഡയബറ്റിക് പേഷ്യൻ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഇത് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ നമ്മളാരും അത് വകവെക്കാറില്ല. ആസ് യൂഷ്വൽ പോകും, വീണ്ടും ഷുഗർ കൂടും, പിന്നെ മരുന്ന് തുടങ്ങും. എനിക്ക് പറയാനുള്ളത് ഡയബറ്റിക് ആകുമ്പോൾ നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കാണുക. നല്ല റെപ്യൂട്ടഡ് ഹോസ്പിറ്റലൊക്കെ ഡയബറ്റോളജിസ്റ്റുകളുണ്ട്. ഇപ്പം കണ്ടിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ മേടിക്കുക. അപ്പം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞുതരും. എന്നിട്ട് നമ്മൾ ഡെയിലി ഏറ്റവും കുറഞ്ഞ എത്ര തിരക്കുള്ള ആളെയും ഏറ്റവും കുറഞ്ഞത് 25 മിനിറ്റ് കണ്ടിന്യൂസ് വോക്ക് ചെയ്യണം. വാച്ച് നോക്കി നടക്കണം. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റം വീഡിയോ എടുത്ത് പബ്ലിഷ് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അങ്ങനെ 25 മിനിറ്റ് വോക്ക് ചെയ്യുക. കണ്ടിന്യൂസ് വോക്കാണ്, ഇടയ്ക്ക് നിർത്തരുത്. അതിന് ശേഷം നിർത്തിയിട്ട് ഒരു അല്പം എക്സർസൈസ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ചെയ്യുക. അല്ല യൂട്യൂബിൽ നോക്കിയാൽ നല്ല എക്സർസൈസൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് മീ സൈമൺ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാം. പിന്നെ ഭക്ഷണം നിങ്ങൾ വൈറ്റ് ഫുഡ് ഒഴിവാക്കണം. അതിപ്പം എത്ര സ്നേഹിച്ചാലും ദോശ നമ്മുടെ ഒരു ഞാനൊക്കെ അത് ഉപേക്ഷിച്ചത്. ഇഡലിയുടെ ആളായിരുന്നു ഞാൻ, അതെല്ലാം ഉപേക്ഷിച്ചതാണ്. ദോശ, ഇഡലി, അതുപോലെ തന്നെ അപ്പം, അതൊക്കെ വൺസ് ഇൻ എ വൈൽ ഒരു ഒരു ക്രിസ്മസ് വരുമ്പോൾ ഉത്സവം വരുമ്പോൾ കഴിക്കാം. എന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്. അത് ഉപേക്ഷിക്കുക. പിന്നെ കപ്പ കാച്ചിലൊക്കെ ഉപേക്ഷിക്കുക. വൺസ് ഇൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അല്പം കപ്പ ഒന്ന് തിന്നാൽ ടേസ്റ്റൊക്കെ അറിയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒത്തിരി തിന്നരുത്. അതുപോലെ തന്നെ പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. വെജിറ്റബിൾസ് നന്നായിട്ട് വാഷ് ചെയ്ത വെജിറ്റബിൾസ് പച്ചയായിട്ട് ഉപയോഗിക്കുക. കുക്കമ്പർ, അതുപോലെ തന്നെ പംകിൻ, മത്തങ്ങ, വെള്ളരിക്ക, അതൊക്കെ നല്ല വിഷമടിച്ച് വരുന്ന സാധനങ്ങളാണ്. ശരിക്കും ക്ലീൻ ചെയ്തിട്ട് പച്ചയ്ക്ക് തിന്നാം. ഓക്കെ, അതൊക്കെ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ തിന്നാൽ മതി. പിന്നെ 4 മണി കഴിയുമ്പോൾ വിശക്കുന്നെങ്കിൽ തിന്നാൽ മതി. ബാക്കി വൈകിട്ട് ഫുഡ് കഴിയും. പിന്നെ റൈസ്, ഞാനിപ്പോൾ ഒരു വർഷമായി ഈ തവിട് കളയാത്ത റൈസ്, അതിന് വില കൂടുതൽ, 90 രൂപ വില ഒരു കിലോയ്ക്ക്. പക്ഷേ അത് കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ട് നമുക്കൊരു എനിക്കും ഭാര്യയ്ക്കും കൂടെ 3 മാസം 4 മാസം അത് കിട്ടുന്നുണ്ട്. അപ്പം അത് കഴിക്കുക. അതിനൊരു ഗുണമെന്ന് വെച്ചാൽ അതിനകത്ത് ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ശോചനയൊക്കെ കറക്റ്റായിരിക്കും, കുടലൊക്കെ ക്ലീൻ ആയിരിക്കും, നമ്മുടെ ഡയബറ്റിക്കിനെ അത് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സുസ്മേരവതനായ ഒരു മനുഷ്യനായി മാറും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ ഡോക്ടർ ഓരോ പ്രാവശ്യം പരിശോധിച്ച് മരുന്ന് മാറ്റിത്തരും. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ കാലിൽ വൂണ്ട് ഉണ്ടാകും. പിന്നെ അത് പ്രശ്നം. കാലിൽ വൂണ്ടാകാണ്ടാകാൻ ശ്രദ്ധിക്കണം. അതിനെ ഷൂസ് ധരിക്കും. ഒരുമാതിരി 150-160 കഴിയുന്ന ഒരു ഷൂസ് ഉപയോഗിക്കുന്നതല്ല, എവിടെയും തട്ടി മുറിയാതിരിക്കാനാണ്. പ്രായം കൂടുമ്പോൾ ഓർമ്മക്കുറവുകൊണ്ട് തട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഭക്ഷണം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുക. ഒരു കാരണവശാലും ഷുഗറും പ്രഷറുള്ള രാത്രി ഉറക്കം കളയാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഒരു ദിവസം എയർപോർട്ടിൽ പോകണം, വണ്ടി ഓടി കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായ ഉറക്കം വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടും, ഷുഗറും കൂടും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ ജോലി ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ല, നൈറ്റ് ഷിഫ്റ്റിന് പോകണമെങ്കിൽ പോവുക. പക്ഷേ കൂടുതൽ ശരീരത്തെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് ഒരു 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. 4 മാസം കൂടുമ്പോൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുക. നമുക്ക് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിഡ്നിയെ വല്ലതും ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ആദ്യമാകുമ്പോൾ ചെറിയ മരുന്ന് തീരും. ഓക്കെ, ഇതാണ് ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും ഒരു എക്സ്പെർട്ടൈസ്, ഒരു അഡ്വൈസ് ആരുടെയും മേടിച്ചോണം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. 3 മാസം കൂടുമ്പം 200 രൂപ അല്ലെ 300 രൂപയല്ലേ ആകുന്നുള്ളൂ. ഒന്ന് കണ്ട് നമുക്ക് കോൺഫിഡൻസ് വരും. നമ്മുടെ ബോഡി നമ്മൾ കീപ്പപ്പ് ചെയ്യണം. എക്സസൈസ് ചെയ്ത് നിർത്തരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഐദർ ഇൻ ദി മോർണിംഗ് ഓർ ഇൻ ദി ഈവനിങ്, അതായത് നല്ലത് നടക്കുന്നതിന്. വണ്ടി ഇല്ലാത്തൊരു നടക്കണം. അത് നടന്ന് ഡയബറ്റിക് മാറ്റാൻ പോയി വണ്ടി ഇടിച്ചെന്നുകൊണ്ട് സൈമൺ സാറ് പറഞ്ഞിട്ട് ഇടിച്ചാന്ന് പറയരുത്. വണ്ടി ഇല്ലാത്തൊരു നടക്കാവുള്ളൂ. ഇനിയിപ്പം ഞാനിപ്പം കാറെടുത്ത് വീട്ടിൽ നിന്ന് വന്ന് ഒരു പള്ളിമുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു പ്രാർത്ഥിച്ചിട്ടാണ് നടക്കാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ വണ്ടി ഇല്ലാത്തതായിട്ട് സേഫ് അല്ലേ, അതും ശ്രദ്ധിക്കണം. ഓക്കെ, എനിഹൗ അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാൻ. ഡയബറ്റിക് ഇപ്പോൾ എനിക്ക് 33 വർഷം 34 ആകാൻ പോവുക ഡയബറ്റിക് വന്നിട്ട്. ഇൻസുലിനൊന്നുമില്ല. ഇടക്കാലത്ത് ഇൻസുലിൻ പോകാം, അന്ന് എനിക്ക് അത്ര വിവരമില്ലായിരുന്നു. പക്ഷേ അത് പഠിച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളം ഇൻസുലിൻ എടുക്കുന്നില്ല. ചെറിയ ടാബ്ലറ്റ് അത് നിർത്തണ്ടെന്ന് പറഞ്ഞു. പ്രഷറിനും ചെറിയ എപ്പോഴും നോർമലാണ്, പക്ഷേ ഡോക്ടർ അത് നിർത്തണ്ട കഴിക്കുന്നുണ്ട്.
ഇതാണ് എൻ്റെ ലൈഫിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്കും ഇത് അനുവർത്തിക്കാം. ഞാനിപ്പം 64 അടുക്കുന്നു എൻ്റെ ഏജ്. പക്ഷേ ഞാൻ ഈ എക്സർസൈസ് എല്ലാം ചെയ്യുന്നു. നമ്മൾ ചെയ്ത് ശീലിച്ചാൽ ചെയ്യാം, 100 വയസ്സ് വരെയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രഷർ കൊണ്ടോ ഷുഗർ കൊണ്ടോ അല്ലെങ്കിൽ ഒരുമാതിരി പനിയോ ജലദോഷമോ ഒന്നും വരത്തില്ല. അടിപൊളിയായിട്ട് ജീവിക്കുക. ഓക്കെ, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. എൻ്റെ ഏറ്റവും വലിയ ചില സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഓർത്താണ് ഇതിപ്പം ഇട്ടത്. അവരാവശ്യപ്പെട്ടില്ല, പക്ഷേ എനിക്കറിയാം അവർക്ക് വേണമെന്ന്. കാരണം ടാബ്ലറ്റ് കഴിക്കുന്ന ആൾ അത് കൂടിക്കൂടി വരുന്നു. എന്നിട്ടും ഭക്ഷണത്തിൽ ഞാൻ ചോദിച്ചാൽ എന്താ രാവിലെ 2 ദോശ 3 ദോശ, ഉച്ചയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് നന്നായിട്ട് കൊണ്ടു, മീൻ കറി കൂട്ടി കൊണ്ടു, വൈകിട്ടോ പലഹാരം ഉണ്ടാക്കി കഴിക്കും, പിന്നെ രാത്രിയിലും നന്നായിട്ട് കഞ്ഞി കുടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കക്ഷിക്ക് ഈ ഡയബറ്റിക്കിനെ പറ്റി ഒരു വിവരമില്ലെന്ന് മനസ്സിലായി. ഒരു കക്ഷിക്കല്ല, പലർക്ക്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അതുപോലെ കാലിലൊക്കെ ഊണ്ടുണ്ടെങ്കിൽ നല്ല കർശനമായ ചികിത്സ വേണം. ഡോക്ടറെ കണ്ട് അത് മാറ്റണം. അത് മാറാൻ പാടാണ്. അത് വളരെ കർശനമായിട്ട് മാറ്റിയെടുത്താൽ ഭാഗ്യം. ഓരോ ദിവസം ചെല്ലും തോറും അത് പ്രശ്നമാണ്. നീട്ടരുത്. എൻ്റെ അപ്പച്ചന് വർഷങ്ങളിത് അനുഭവിച്ചത് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്.